രാഷ്ട്രീയ അധികായനായ കെ.എം. മാണിയെ പിടിച്ചുലച്ച ബാർക്കോഴ കേസ് ഉമ്മൻചാണ്ടി സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. കേരളത്തിൽ 2014 പൂട്ടിയ 418 ബാറുകൾ തുറക്കുന്നതിന് ധനമന്ത്രി കെ.എം. മാണി ബാർ മുതലാളിമാരുടെ സംഘടനയിൽ നിന്ന് കോഴ വാങ്ങി എന്നായിരുന്നു ആരോപണം. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിന് പോലും ഹേതുവായത് ബാർക്കോഴ വിവാദമായിരുന്നു. പഴയതൊക്കെയൊന്ന് പറഞ്ഞു പോകാം. അന്ന് കെ.എം. മാണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനമന്ത്രി, കേരള കോൺഗ്രസ് UDFന്റെ അവിഭാജ്യ ഘടകം. കെ.എം. മാണിയുടെ വീട്ടിൽ നോട്ടുകൾ എണ്ണുന്ന യന്ത്രമുണ്ടെന്നായിരുന്നു ബാർക്കോഴക്കാലത്തെ രാഷ്ട്രീയ തമാശ. പൂട്ടിയ ബാറുകൾ തുറക്കുന്നതിനായി മന്ത്രി മാണി 1 കോടി രൂപ കോഴ വാങ്ങിയെന്ന് ബാറുടമ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു. തുടർന്ന് 2014 ഡിസംബർ 10 കെ.എം. മാണിയെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തു. മാണി സാർ എന്ന് മധ്യകേരളം വാഴ്ത്തിയ രാഷ്ട്രീയ ചാണക്യനെ കോഴ മാണിയെന്ന് അന്നത്തെ പ്രതിപക്ഷം കളിയാക്കി. 2015 നവംബർ 10 മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു. 2015 ഡിസംബർ 9 കെ ബാബുവിനും ബിജു രമേശിനുമെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് വന്നു. എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവും ആരോപണത്തിന്റെ മുൾമുനയിലായി. 2016 ജനുവരി 7 ബാബുവിനെതിരെ എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജനുവരി 8 പരാതിക്കാരനായ ജോർജ് വട്ടുകുളത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. 10 ദിവസത്തിനു ശേഷം വിജിലന്റ് അല്ലെന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ബാബുവിനെതിരായ അന്വേഷണത്തിന് മറ്റൊരു ഏജൻസി വേണമെന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് കമാൽ പാഷയുടെ വിഖ്യാത പരാമർശം. ജനുവരി 23 വീണ്ടും കോടതി ഇടപെട്ടു. ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി അന്ത്യശാസനം നൽകി. വിജിലൻസിനെതിരെയും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇതോടെ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നതായി മന്ത്രി കെ ബാബു പ്രഖ്യാപിച്ചു. മാണിയും മകൻ ജോസ് കെ മാണിയും അവരുടെ പാർട്ടി കേരള കോൺഗ്രസും പ്രതിസ്ഥാനത്തായി. എന്നാൽ കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുത്ത് ബാർക്കോഴ കേസിൽ CPM യു-ടേൺ അടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും കെ.എം. മാണിയും കൂടിക്കാഴ്ച നടത്തി കേസ് അട്ടിമറിച്ചുവെന്ന പരാതിക്കാരനായ ബിജു രമേശിന്റെ ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. കേസിൽ മുൻ മന്ത്രിമാരായ കെ.എം. മാണിയെയും കെ ബാബുവിനെയും പിന്നീട് അന്വേഷണ സംഘം കുറ്റവിമുക്തരാക്കിയതും ചരിത്രം. റിപ്പോർട്ടർ, കോഴിക്കോട്.